നമസ്കാരം. സമുദ്രപാതകളിൽ ആളില്ലാ നിരീക്ഷണം അടക്കം സുരക്ഷ ശക്തമാക്കാൻ അമേരിക്കൻ നിർമ്മിത അതിനൂതന സാങ്കേതിക വിദ്യയുള്ള സായുധ ഡ്രോണുകൾ വാങ്ങാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. ഏകദേശം $4 ബില്യൺ അതായത് 33,000 കോടി രൂപയുടെ കരാർ US അംഗീകരിച്ചു കഴിഞ്ഞു. MQ-9B ഗാർഡിയൻ ഡ്രോണുകളാണ് ഇന്ത്യ സ്വന്തമാക്കുന്നത്. ഡ്രോണുകളുടെ കൈമാറ്റം സംബന്ധിച്ചുള്ള അറിയിപ്പ് US കോൺഗ്രസിന് ഡിഫൻസ് സെക്യൂരിറ്റി കോഓപ്പറേഷൻ ഏജൻസി നൽകിയതായാണ് റിപ്പോർട്ട്. $3.99 ബില്യൺ 31 MQ-9B സായുധ ഡ്രോണുകൾ ഇന്ത്യക്ക് വിൽക്കാൻ US അമേരിക്കൻ പ്രതിരോധ ഏജൻസിക്ക് അനുമതി നൽകിയതായും പ്രഖ്യാപിച്ചു. കരാർ പ്രകാരം ഭാരതത്തിന് 31 ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് UAVകൾ ലഭിക്കും. അതിൽ നാവികസേനയ്ക്ക് 15 സീ ഗാർഡിയൻ ഡ്രോണുകളാണ് അനുവദിക്കുക. കരസേനയ്ക്കും വ്യോമസേനയ്ക്കും കരയിലൂടെ സേവനം ചെയ്യുന്ന 8 ഡ്രോണുകൾ വീതമാണ് ലഭിക്കുക. 2023 നടത്തിയ US സന്ദർശനത്തിനിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 31 MQ-9B സ്കൈ ഗാർഡിയൻ ഡ്രോണുകൾ വാങ്ങുന്നതിനുള്ള താൽപര്യം അറിയിച്ചത്. കരാറിന് US അംഗീകാരം നൽകിയത് ഉഭയകക്ഷി ബന്ധത്തിലെ സുപ്രധാന സംഭവമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യ വാങ്ങുന്ന 31 ഡ്രോണുകൾ കര, നാവിക, വ്യോമസേനകൾ ഭാവിയിൽ ഉപയോഗിക്കും. US-ന്റെ വിദേശകാര്യ നയവും ദേശീയ സുരക്ഷയും മുൻനിർത്തിയുള്ള പരിഗണനകൾക്ക് പിന്തുണയേകുമെന്ന് US ഇന്ത്യ നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തമാക്കുമെന്നും തങ്ങളുടെ പ്രമുഖ പ്രതിരോധ പങ്കാളിയുടെ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുന്നതിനും ഡ്രോൺ കൈമാറ്റം സഹായകമാകുമെന്ന് ഡിഫൻസ് സെക്യൂരിറ്റി കോഓപ്പറേഷൻ ഏജൻസി പ്രതികരിച്ചു. ഇന്തോ പസഫിക്, ദക്ഷിണേഷ്യൻ സമുദ്ര മേഖലകളിലെ രാഷ്ട്രീയ സുസ്ഥിരത, സമാധാനം, സാമ്പത്തിക വികസനം എന്നിവയ്ക്ക് ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം പ്രമുഖ പങ്ക് വഹിക്കുന്നതായും ഏജൻസി പരാമർശിച്ചു. നിലവിലെയും ഭാവിയിലെയും പ്രതിരോധ ഭീഷണികൾ നേരിടാൻ US-ൽ നിന്നുള്ള ഡ്രോണുകൾ ഇന്ത്യക്ക് കൂടുതൽ കരുത്തേകുമെന്നും തങ്ങളുടെ സൈനിക ശേഷി കൂടുതൽ ആധുനികവൽക്കരിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ നിരന്തരം നടത്തി വരുന്നതായും അക്കാരണത്താൽ തന്നെ അത്യാധുനിക സാങ്കേതിക വിദ്യയുള്ള ഡ്രോണുകൾ തങ്ങളുടെ സൈനിക ശേഷിയുടെ ഭാഗമാക്കാൻ ഇന്ത്യക്ക് പ്രയാസമുണ്ടാകില്ലെന്നും ഡിഫൻസ് സെക്യൂരിറ്റി കോഓപ്പറേഷൻ ഏജൻസി കൂട്ടിച്ചേർത്തു. US-ൽ നിന്ന് ഡ്രോണുകൾ വാങ്ങുന്നതിനുള്ള ശ്രമങ്ങൾ ഇന്ത്യ ആരംഭിച്ചിട്ട് ഏകദേശം 6 കൊല്ലമായി. മോദിയുടെ US സന്ദർശനത്തോടെയാണ് കരാറിന് അന്തിമ തീരുമാനമായത്. US-ൽ നിന്ന് ലഭ്യമാക്കുന്ന 31 ഡ്രോണുകൾ കര, നാവിക, വ്യോമസേനാ വിഭാഗങ്ങൾ ഉപയോഗിക്കും. സമുദ്ര മേഖലയുൾപ്പെടെ ആളില്ലാ നിരീക്ഷണം കൂടുതൽ ശക്തമാക്കാനുള്ള സാങ്കേതിക സംവിധാനങ്ങളിൽ ഈ ഡ്രോണുകൾ ഇന്ത്യക്ക് മുതൽക്കൂട്ടാകും. രാജ്യം നേരിടുന്ന ഭീഷണികളെ തകർക്കാൻ ശക്തി നൽകുന്നതാണ് ഡ്രോണുകളുടെ വരവ്. $3.99 ബില്യൺ MQ-9B റിമോട്ട് പൈലറ്റഡ് എയർക്രാഫ്റ്റും അനുബന്ധ ഉപകരണങ്ങളും ഇന്ത്യ വാങ്ങുന്നത്. ഇന്ത്യയുടെ സായുധ സേനയുടെ നിരീക്ഷണ ശേഷി വർദ്ധിപ്പിക്കാനാണ് ഡ്രോണുകൾ വാങ്ങുന്നത്. ചൈന, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ അതിർത്തികളിൽ ഡ്രോണുകൾ വിന്യസിക്കുന്നതോടെ പ്രദേശം പൂർണ്ണമായും ഇന്ത്യയുടെ നിരീക്ഷണ വലയത്തിലാകും. കരാർ പ്രകാരം 31 ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് ഡ്രോണുകളാണ് ഇന്ത്യ വാങ്ങുന്നത്. ഇതിൽ 15 സീ ഗാർഡിയൻ ഡ്രോണുകൾ നാവികസേനയ്ക്കും 8 വീതം കരസേനയ്ക്കും ഇന്ത്യൻ എയർഫോഴ്സിനും നൽകും. ജനറൽ ആറ്റോമിക്സ് എയറോനോട്ടിക്കൽ സിസ്റ്റംസ് ആണ് ഡ്രോണുകളുടെ കരാറുകാരൻ. നന്ദി.